ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നോക്കുന്ന നല്ല പുണ്യദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോവുക. നോമ്പ് എപ്രകാരം നമ്മുടെ ജീവിതങ്ങളെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം. സഹനങ്ങളും വേദനകളും വരുമ്പോഴുള്ള നമ്മുടെ മനോഭാവം എപ്രകാരമാണ്? എന്തുകൊണ്ട് യേശു എനിക്കിങ്ങനെ സഹനങ്ങൾ അനുവദിക്കുന്നു, എന്തുകൊണ്ട് എനിക്ക് എപ്പോഴും ഇങ്ങനെ വേദന തരുന്നു എന്നുള്ളത് നമ്മുടെ പരാതിയല്ലേ? പഴയ നിയമത്തില് ജോബിന്റെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്, ജോബ് ദൈവത്തോട് ഇപ്രകാരം ചോദിക്കുന്നു, നീതിമാനെ അവിടുന്ന് പ്രഹരിക്കുമോ എന്ന്. സഹോദരങ്ങളെ, നമ്മുടെ അനുദിന ജീവിതത്തിലും നാമും ചോദിക്കുന്ന ചോദ്യമല്ലേ, എന്തുകൊണ്ടാണ് ഈശോ എന്നോടിങ്ങനെ, എന്നോട് മാത്രം എന്തുകൊണ്ടിങ്ങനെ? ജ്ഞാനത്തിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ദൈവം തിന്മ ആഗ്രഹിക്കുന്നില്ല, ദൈവം തിന്മ സൃഷ്ടിച്ചിട്ടില്ല. ജീവിച്ചിരിക്കുന്നവരുടെ നാശമോ മരണമോ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. എല്ലാം നന്മയ്ക്കായി സൃഷ്ടിച്ച ദൈവം ഒരിക്കലും അതിൻ്റെ നാശം ആഗ്രഹിക്കുകയില്ലല്ലോ. കേവലം മനുഷ്യരായ നാം പോലും അത് ആഗ്രഹിക്കാത്ത പക്ഷം ദൈവം ആഗ്രഹിക്കുമോ? ഒരിക്കലുമില്ല. ദൈവത്തിന്റെ പക്കൽ എല്ലാത്തിനും നന്മ മാത്രമേ ഉള്ളൂ. എങ്കിൽ പോലും സഹനങ്ങളും വേദനകളും വരുമ്പോൾ നാം അത് ചിന്തിക്കാറില്ല. ലളിതമായ ചിന്തകളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ഒത്തിരിയേറെ കുഞ്ഞുങ്ങളെ കണ്ടുമുട്ടുന്നവരാ നാം. പ്രത്യേകിച്ച് പരീക്ഷാ സമയങ്ങളിൽ അവരോട് നാം പറയും, TV കാണുന്നത് കുറയ്ക്കണം, കളികൾ കുറയ്ക്കണം, എന്നിട്ട് നന്നായി പഠിക്കണം. ആ കുഞ്ഞുങ്ങളുടെ പ്രതികരണം, കുറച്ചു നേരം സമാധാനമായിട്ട് ഞങ്ങൾ ഇരുന്നോട്ടെ, ഞങ്ങളെ ഒന്ന് വെറുതെ വിടൂ എന്നൊക്കെയല്ലേ. മറ്റൊരു സന്ദർഭത്തിൽ വളരെ കുരുത്തക്കേടുകൾ കാണിച്ച കുഞ്ഞുങ്ങൾ നമ്മുടെ ഇടയിലൂടെ കടന്നു പോകുമ്പോൾ അത് നാം കണ്ടുപിടിക്കാൻ ഇടയായി ചെറിയ അടികളൊക്കെ കൊടുത്ത് അവരെ ശാസിക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് വേദനയും വിഷമവും ഒക്കെ വന്നാലും കുറച്ച് കഴിയുമ്പോൾ അവർ തിരിച്ചു വന്ന് നമ്മോട് പറയും, എൻ്റെ കയ്യിൽ തെറ്റുപറ്റിപ്പോയി, എൻ്റെ തെറ്റാണ് എന്ന് അനുതാപത്തോടെ വരുന്ന സംഭവങ്ങളും അനുഭവങ്ങളും നമുക്കറിയില്ലേ? അതേ സഹോദരങ്ങളെ, ഈ രണ്ട് സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മിൽ നിന്നും വിപരീത അർത്ഥത്തിൽ പ്രതീക്ഷിക്കുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് കാണാം. അവരുടെ മനസ്സിന് ഒത്തവിധം നാം പ്രവർത്തിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതിൽ നന്മയായി സ്വീകരിക്കാൻ അവർക്ക് സാധിക്കാതെ പോകുന്നു. എന്നാൽ രണ്ടാമത്തെ സാഹചര്യത്തിൽ പ്രത്യക്ഷത്തിൽ നമ്മിൽ നിന്നും വേദന അവർക്കുളവായി എങ്കിൽ പോലും അതിൽ നിന്നും നന്മ കണ്ടെത്തി അതിനെ പോസിറ്റീവാക്കുന്ന കുഞ്ഞുങ്ങൾ. ഇപ്രകാരം നമ്മുടെ ആത്മീയതയെ നാം വിലയിരുത്തുമ്പോൾ നമുക്കും ചിന്തിച്ചു നോക്കാം, എപ്രകാരമാണ് എൻ്റെ ജീവിത സാഹചര്യങ്ങളോട് ഞാൻ പ്രതികരിക്കുന്നത് എന്ന്. ആത്മീയതയിൽ ദൈവത്തോട് ചോദിക്കുന്ന ഏറെ ചോദ്യങ്ങൾക്ക് അല്പമെങ്കിലും വിരാമമിടുവാൻ നമുക്ക് സാധിക്കണ്ടേ? എൻ്റെ ഈശോ എപ്പോഴും എനിക്ക് കരച്ചിൽ മാത്രമാണോ തരുന്നത്? എന്തുകൊണ്ടാണ് നിരന്തരമായ പരീക്ഷണത്തിലൂടെ കടത്തിവിടുന്നത്? വിശുദ്ധരുടെ ജീവിതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം, അൽഫോൻസാമയൊക്കെ അങ്ങനെ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നമുക്കൊരു വിശുദ്ധിയെ നഷ്ടമാകുമായിരുന്നില്ലേ? സഹനത്തിന് ഉള്ളിലെ ദൈവകൃപയെ സ്വന്തമാക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ദൈവ തിരുമനസ്സിനോട് നമുക്ക് യോജിപ്പ് വേണം. ദൈവ തിരുമനസ്സിനോട് തുറവിയുള്ളവർക്ക് മാത്രമേ സമർപ്പണം പൂർണ്ണമാവുകയുള്ളൂ. വിശുദ്ധ യോഹന്നാൻ ക്രൂസും അമ്മ ത്രേസ്യയായി പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ഉത്തമമായ കാര്യങ്ങൾ കൂടുതൽ ക്ലേശകരമാണെന്ന്. ക്ലേശകരമായ പാതകളിലൂടെ കടന്നുപോയാൽ മാത്രമേ ഉത്തമമായ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിന്റെ നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനുള്ള പദ്ധതി എന്ന്. അതേ സഹോദരങ്ങളെ, നല്ലവനായ ദൈവം ഒരിക്കലും നമ്മുടെ നാശം ആഗ്രഹിക്കില്ല. നമുക്ക് നല്ല പദ്ധതികൾ മെനയുന്ന നല്ല തമ്പുരാനാണ് അവിടുന്ന്. എങ്കിൽ ആ പദ്ധതിയെ തിരിച്ചറിയുവാനുള്ള ഹൃദയ തുറവി നമുക്കുണ്ടാകണം. ആ ഹൃദയ യോജിപ്പ്, ദൈവ തിരുമനസ്സിനോടുള്ള യഥാർത്ഥ യോജിപ്പ് എന്നിൽ എന്നുണ്ടാകുന്നുവോ അന്ന് മാത്രമാണ് എൻ്റെ സമർപ്പണം പൂർണ്ണമാവുകയും ദൈവൈക്യം ഞാൻ പ്രാപിക്കുകയും ചെയ്യുന്നത്. നമുക്ക് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ഹൃദയത്തിലെ അന്ധകാരം അകറ്റി അങ്ങയുടെ തിരുവള്ളം മനസ്സിലാക്കുവാൻ തിരിച്ചറിയുവാനുള്ള വലിയ കൃപ എന്നിലും നമ്മിലും നിറയണമേ എന്ന്. ആമേൻ.